ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ്. അപ്പോൾ അത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ചക്കയുടെ സീസണാണ്. ചക്ക ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് കാണാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനുടൻ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് വന്നാൽ ഉടൻ തന്നെ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യണം. ഞാൻ മുടങ്ങാതെ വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചക്ക കൊണ്ടുള്ള, പഴുത്ത ചക്ക കൊണ്ടുള്ള ഒരു സ്വീറ്റാണ്, ഒരു മിഠായി. ഇപ്പോൾ ഞാനിത് പ്രിസർവ് ചെയ്ത് വെച്ചിരുന്ന ചക്കയാണ്. ഇപ്പോൾ ഞാൻ ഇതെടുക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് ഫ്രഷായി കിട്ടുന്ന ചക്ക ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാം. ഇത് ഞാൻ നേരത്തെ ഇപ്പോൾ ഫ്രീസറിലുണ്ടായിരുന്നത് നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് സമയം മുൻപ് തന്നെ അത് പുറത്തെടുത്ത് വെച്ചിരുന്നു. ഇപ്പോൾ നമുക്കിത് സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പ്രിസർവ് ചെയ്യുന്ന രീതി ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണണം, ലിങ്ക് കൊടുക്കാം. അപ്പോൾ ആ ചക്കയാണ് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ ഫ്രീസറിൽ വെച്ചിട്ട് കുറേ ദിവസമായി. അപ്പോൾ ഇന്ന് ഇതെടുത്തൊരു സ്വീറ്റ് ചെയ്യാൻ പോകുന്നു. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം. ചക്ക അരച്ചെടുത്തു. ഈ ഒരു ബൗള് നിറച്ച്, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ബൗള് നിറച്ച്, ഇത് നിറച്ച് ചക്കച്ചോള അരച്ചെടുത്തതാണ്. അപ്പോൾ കുരു കളഞ്ഞതിന് ശേഷമുള്ള ചോള അരച്ചെടുത്തതാണ്. ഈ ഒരു ബൗളിൽ പാന് എടുത്ത് വയ്ക്കാം. അതിൽ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ചക്ക ഇട്ട് കൊടുക്കാം. ഒരു 1/2 കപ്പ് പഞ്ചസാര ആദ്യം ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ചക്കയുടെ മധുരത്തിനനുസരിച്ച് നമ്മൾ പഞ്ചസാര ചേർക്കണം. ചില ചക്ക നല്ല മധുരം ഉള്ളതായിരിക്കും, അപ്പോൾ പഞ്ചസാര കുറച്ച് മതി. അപ്പം ചില ചക്ക അത്ര മധുരം കാണില്ല. അപ്പം അങ്ങനെയുള്ളതിന് നമ്മൾ കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ. തീ ഒരല്പം കുറച്ച് വെച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ചെറിയ തീയിട്ട് നമുക്ക് കുറേ സമയം ഇതിനൊന്ന് ഇതുപോലെ വഴറ്റി എടുക്കണം. ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്തു, ഇതൊന്ന് വെന്ത് കിട്ടാനായി. ഇനി നമുക്കിതിൽ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പാൽപ്പൊടി. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്പം വെള്ളം കൂടെ.
പാത്രത്തിൽ നിന്നും വിട്ട് വരുന്ന ഒരു സ്റ്റേജ് എത്തി. ഞാൻ ലോ ഫ്ലെയിമിൽ കുറേ സമയം ഇട്ടിരുന്നു. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിരുന്നു. അടുക്കി പിടിക്കാതെ ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തു. ഇപ്പോൾ ഇതാ ഇതുപോലെ ഈ ഒരു സ്റ്റേജ് എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുത്തു. നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ കാഷ്യൂസോ അതൊക്കെ വേണമെങ്കിൽ വറുത്ത് ചേർക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവം എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് ചെറുതായിട്ട് ഇതിൻ്റെ ചൂട് ഒന്ന് കുറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഷേപ്പിൽ ഉരുട്ടിയെടുത്തു. അപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാം. സ്ക്വയറായിട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ കുറച്ച് കാഷ്യൂസും കൂടെ നെയ്യിൽ വറുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് അലങ്കരിച്ചു. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്വീറ്റാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.